ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡെയിലി മീ ബൈ അൻജാ ഷിജിൽ. അപ്പോൾ എൻ്റെ ഒരു 8 മന്ത് പ്രഗ്നൻസി ജേർണിയുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. 2025 എടുത്ത വീഡിയോ ആട്ടോ ഇത്. ഞാനിത് ചിലപ്പോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ 2026 കഴിഞ്ഞ് പോയിട്ടുണ്ടാവും. ഞാനിന്ന് രാവിലെ ഒരു ചെറിയ ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുക്കാമെന്ന് വെച്ചിട്ട് വീഡിയോ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു. ഉണ്ണിയോളെ പല്ലൊക്കെ തേപ്പിച്ച് കുഞ്ഞിനെ പല്ല് തേപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വാവേനെ പല്ല് തേപ്പിച്ച് ഫ്രഷ് ആക്കുന്നു. അന്ന് സൺഡേ ആയിരുന്നു തോന്നുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഇല്ലാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഞാൻ മോം ടൂമിയുടെ മെഹന്തിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പല്ലൊക്കെ തേപ്പിച്ചിട്ട് എന്നിട്ട് വേണം എനിക്ക് ഫുഡ് കഴിക്കാൻ. കാരണം രണ്ടുപേരും നല്ല വാശിയിലായിരുന്നു. അപ്പോൾ പിന്നെ നേരത്തെ എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ മെഡിസിൻ എടുത്തു. അതിൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം നടന്നു കേട്ടോ. അപ്പോഴൊന്നും എനിക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഐ ആം കൂൾ ആൻഡ് എന്താ പറയുക, ഭയങ്കര കാം ആൻഡ് കൂളായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ സിറ്റ് ഔട്ടിൽ പോയിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴത്തേനും വാവ എൻ്റെ അടുക്ക വന്നിട്ട് എന്തൊക്കെയോ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് അവൻ ഉണ്ണിവാവയുടെ അടുത്ത് വന്ന് ഉണ്ണിവാവയ്ക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി. അപ്പോൾ മറ്റേ ആൾ കുറച്ച് വാശിയിലായിരുന്നെങ്കിലും തരക്കേടില്ലാത്ത രീതിയിലായിരുന്നു കേട്ടോ. പെട്ടെന്ന് എനിക്ക് എവിടെ നിന്നാണെന്നറിയില്ല, എന്തോ ഒരു വയറുവേദന പോലൊക്കെ വന്നു. പക്ഷേ അതിൽ കാര്യമാക്കിയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ ഏട്ടനെ വിളിച്ചു, ജോലിക്ക് പോകണം. അപ്പോൾ ഏട്ടനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ഉണ്ണികൾക്ക് 2 പേർക്കും ദോശയായിരുന്നു കേട്ടോ അന്ന്. ഞാൻ ഗോതമ്പ് ദോശയാണ് കഴിച്ചത്, ഷുഗർ ഉണ്ടായിരുന്നുകൊണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചു. അതൊക്കെ കഴിച്ച് എൻ്റെ പിന്നത്തെ മെഡിസിനൊക്കെ എടുത്ത് കഴിഞ്ഞ് എനിക്കങ്ങോട്ട് വയറുവേദന കൂടി. അവസാനം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. അങ്ങനെ അവിടെ ചെന്ന് നേരെ ലേബർ റൂമിലോട്ടാണ് പോയത്. നേരെ അഡ്മിറ്റാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ റൂം എടുത്തു. പിന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു അഡ്മിറ്റായിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു പെയിൻ വന്നു. കാരണം എൻ്റെ ഫസ്റ്റ് ബേബീസ് പ്രീമച്വർ ബേബീസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു സിംറ്റം കാണിച്ചാണ്. പിന്നെ ദൈവാനുഗ്രഹം കൊണ്ട് കുഴപ്പമൊന്നുമില്ലാതെ ഡിസ്ചാർജായി വീട്ടിൽ വന്നു.